ഇന്ന് നമുക്ക് പുളിഞ്ചിയുടെ ടേസ്റ്റിലൊരു മാങ്ങച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമാങ്ങയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴുത്ത മാങ്ങയും വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ പച്ചമാങ്ങ ഇതേ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ. ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര അത് ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ടു കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം, അത് ഉരുകാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നേരത്തെ മഞ്ഞളുപ്പൊക്കെ പുരട്ടി വെച്ചേർന്നല്ലോ, ആ മാങ്ങയുടെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര നീരിൽ കിടന്ന് ഈ മാങ്ങയൊന്ന് വേവണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് നല്ല രീതിയിലൊന്ന് വെന്ത് വരണം, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് താളിച്ച് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു, എന്നിട്ട് നമ്മുടെ കടുക് പൊട്ടിച്ചു. അടുത്തത് കുറച്ച് ഉലുവ പൊട്ടിച്ചു. അതിനുശേഷം കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, പിന്നെ അല്പം കറിവേപ്പില, പിന്നെ അടുത്തത് ഒരു 2-3 വറ്റൽമുളക്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്കത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മാങ്ങയും ശർക്കര നീരിലേക്ക് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി അത് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് അതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ, നമ്മുടെ കായത്തിൻ്റെ പൊടി. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ അതിന്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുളിഞ്ചിയുടെ ടേസ്റ്റിലുള്ള മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ, മറക്കല്ലേ.